നായർ സെക്രട്ടറി ഭാരതീയ വിചാര കേന്ദ്രം, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ശിവപ്രസാദ്, ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ നന്ദി അറിയിച്ചോളുന്നു. കാരണം വളരെ വ്യത്യസ്തമായ ഒരു തീമും വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റുമാണ്. ഒരുപാട് നല്ല വാക്കുകൾ എന്നെ പറ്റി ഇവിടെ പറഞ്ഞു. അതല്ല ഇന്നത്തെ വിഷയം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശിവപ്രസാദ് അത് വളരെ ഭംഗിയിൽ അവതരിപ്പിച്ചു. ഷിപ്പ് ബിൽഡിംഗ് ഫോർ നേഷൻ ബിൽഡിംഗ്. ഞാൻ ഇതൊരു വളരെ ടെക്നിക്കലി കോംപ്ലക്സ് ആയിട്ടും കുറച്ചൊരു ഇക്കണോമിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഞാൻ കഴിയാവുന്നതും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് അവതരിപ്പിക്കാൻ ശ്രമിക്കാം. എവിടെയെങ്കിലും മുഷിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ സബ്ജക്റ്റിൻ്റെയും, കാരണം പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റ് അല്ല. എന്നാലും ശിവൻ പറഞ്ഞ രീതിയിൽ, കാരണം അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൈഡ് ഉള്ള ഒരു സബ്ജക്റ്റ്, ഒരു രാഷ്ട്രത്തിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു എനർജി കൊണ്ടുവരാവുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ആ പ്രസന്റേഷൻ മോഡിലേക്ക് എനിക്ക് അത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രസന്റേഷനിൽ ഞാൻ ഷിപ്പ് ബിൽഡിംഗ് ഫോർ നേഷൻ ബിൽഡിംഗ്, ഭാരതത്തിന് എവിടെ ഷിപ്പ് ബിൽഡിംഗ്, എങ്ങനെ ചലിപ്പിക്കണം ഷിപ്പ് ബിൽഡിംഗ് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ കൊച്ചിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ കൊച്ചിൻ കപ്പൽശാലയെ പറ്റി, ആ കൊച്ചിൻ കപ്പൽശാല എന്താണ്, കൊച്ചിൻ കപ്പൽശാലയുടെ അതൊരു ഇൻഡസ്ട്രിയോ ഒരു ഫാക്ടറിയോ ആയിരിക്കാം, പലരും ഒരു മതിൽക്കെട്ടിനകത്തുള്ള ഒരു സ്ഥാപനമായിരിക്കാം. പക്ഷേ എന്നെപ്പോലെ ഒരാൾക്ക് ജീവിതത്തിൽ കൊച്ചിൻ കപ്പൽശാലയുടെ കൂടെ മാത്രമേ ഞാൻ ഇതുവരെ ചേർന്ന് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. കോളേജിൽ നിന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് പാസ്സായി ഒരു എക്സിക്യൂട്ടീവ് ട്രെയിനിയായി ജോയിൻ ചെയ്ത് 38 വർഷക്കാലത്തോളം കൊച്ചിൻ കപ്പൽശാലയുടെ കൂടെ നടന്ന എനിക്ക് ആ കൊച്ചിൻ കപ്പൽശാല എന്ന് പറയുന്നത് അതിനകത്തൊരു ഹാർട്ട് ഉണ്ട്, അതിനകത്തൊരു ഈത്തോസ് ഉണ്ട്, അതിനകത്തൊരു എനർജി ഉണ്ട്. അതിൽ നമുക്ക് ടച്ച് ആൻഡ് ഫീൽ കിട്ടാത്ത മനുഷ്യരുടെ പ്രയത്നമുണ്ട്. അതിനകത്ത് ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു മനസ്സ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. കറക പുരളാത്ത ഒരു സ്ഥാപനം, ഒരു രാജ്യത്തിന് എങ്ങനെ മുതൽക്കൂട്ടാവാമെന്നുള്ള ഒരുപാട് വിഷമങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും അതിൽ പതറാതെ മുന്നോട്ട് നിന്നിരിക്കുന്ന ഒരുപാട് പേരുടെ, അപ്പൊ അതൊരു മൈക്രോസം ഓഫ് അവർ സൊസൈറ്റിയാണ്. ആ മൈക്രോസം ഓഫ് അവർ സൊസൈറ്റിയിൽ നിന്ന് ഇന്ന് ശിവപ്രസാദ് പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കഴിഞ്ഞ 3 ഗവൺമെന്റ്സിലായിട്ട് വന്നിരിക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള ചേഞ്ചസ്, ആ ചേഞ്ചസ് എന്നുള്ള എന്നെ പോലെയുള്ളവർ ഒരുപാട് വർഷക്കാലം, എന്താ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വി ഹാവ് ഷൗട്ടഡ് ഫ്രം ദ റൂഫ് ടോപ്പ്. പക്ഷെ രാഷ്ട്രം തിരിച്ചറിഞ്ഞില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് തിരിച്ചറിയാൻ തുടങ്ങി, ജസ്റ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിൻ്റെ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ ഈ പ്രബന്ധം ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ പ്രസന്റേഷനിലേക്ക് കയറുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ലാർജർ തോട്ട് പ്രോസസ്, ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ചരിത്രത്തിന്റെ ഒരു പാർട്ട് ശിവപ്രസാദ് അവിടെ പറഞ്ഞു തരും. പക്ഷെ അതിനകത്തൊരു 2 പാർട്ട് മാത്രം ഒന്ന് ടച്ച് ചെയ്യും. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഒരു യുവതലമുറ പലപ്പോഴും ഡ്യൂ ടു whatever sets of reason, ഞാൻ ഇതിനകത്ത് ഇന്നലെയും ഞാൻ ഇവിടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ വേദിയിൽ ഉണ്ടായിരുന്നു. ഒരു രീതിയിലും ഞാൻ ഒരു ജനറേഷനിൽ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഒരു തെറ്റ് ശരി എന്ന് പറയുന്ന ഒരു വിഷയം ഒരിക്കലും ടച്ച് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം there is nothing called absolute right or absolute wrong. അതല്ല, ഒരു കാലഘട്ടത്തിന്റെ വീക്ഷണത്തിൽ കൂടെ കാണുമ്പോൾ ചില കാര്യങ്ങൾ വ്യത്യാസങ്ങൾ കാണുമായിരിക്കും. പക്ഷേ how do we perceive things? എവിടെയോ ബിലീഫ് നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രമായിട്ട് നമ്മൾ മാറി.
നമുക്ക് നമ്മളിൽ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയല്ല, വേറെ എവിടെ, വേറെ എവിടെയോ അത് നമുക്കറിയില്ല, പക്ഷെ ഇവിടെയല്ല നമ്മുടെ ജീവിതം എന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു ട്രാൻസിഷനാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വി ആർ സ്റ്റാർട്ടിങ് ടു ബിലീവ് ബാക്ക് ഇൻ അവർ സെൽസ്. പക്ഷെ നമ്മൾ മറന്നുപോയത് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണ് നമ്മൾ. ആ വിശ്വാസത്തിൽ ഇന്നത്തെ ഒരു മോഡേൺ യുഗത്തിൽ നമുക്ക് എപ്പോഴും ഒരു ഇക്കണോമിക് പാരാമീറ്റർ അതിന് മുമ്പിൽ വരും, ഒരു ഡെവലപ്മെന്റൽ പാരാമീറ്റർ വരും. അപ്പോൾ അവിടെ GDP, ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ GDP, ദ ടോട്ടൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസ് എന്നെല്ലാം പറയുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ 25 തൊട്ട് 30% വരെ ഉണ്ടായിരുന്ന രാജ്യമാണ് ഭാരത്. സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, ഇന്ന് ഇപ്പൊ എൻ്റെ മകള് പാർവതി ഇന്ന് ഹാർവാർഡ് സർവകലാശാലയിൽ MBA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, എല്ലാവരും വന്നിരുന്നത് നമ്മുടെ തഞ്ചാവൂരിലും തക്ഷശിലയിലും നളന്തയിലേക്കുമാണ്. അപ്പോൾ 25 to 30% ഓഫ് ദ വേൾഡ് GDP ആൻഡ് ദ വേൾഡ് വാണ്ടഡ് ടു കം ടു ഇന്ത്യ. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് എവിടെയോ വെച്ച് നമ്മൾ മറന്നു. അത് മറന്നിട്ടുള്ള ഒരു ബിലീഫ് ഇല്ലാത്തൊരു ടൈമിലേക്ക് നമ്മൾ എത്തി. ഇത് ഒരു പാർട്ട്, ഞാനത് ജസ്റ്റ് അവിടെ പോസ് ചെയ്യും. രണ്ടാമത്തെ ഒരു പാർട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് പേരുകളൊക്കെ പരാമർശിക്കും. രണ്ടാം ലോക മഹായുദ്ധം 45 പേൾ ഹാർബർ ബോംബിങ്ങോടുകൂടി ജപ്പാൻ ഗോട്ട് ഇൻ ടു ദ വാർ ആൻഡ് തകർന്നു തരിപ്പണമായി ഹിറോഷിമയിൽ അവസാനിക്കുന്ന ജപ്പാന്റെ പതനം, തകർന്നു തരിപ്പണമായ ജപ്പാൻ. ആ ജപ്പാന്റെ റീബിൽഡിംഗ്, ജപ്പാൻ ലോകത്തിലെ ഏറ്റവും പ്രബലമായ രാജ്യമായി മാറി. അത് മാറ്റിയത് ഷിപ്പ് ബിൽഡിംഗ് ആണ്. കാരണം ഇന്ന് നിങ്ങൾ കേൾക്കുന്ന പല പേരുകളും, ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടില് കവസാക്കി, നമ്മുടെ ഏറ്റവും നല്ല ബൈക്സ്, കവസാക്കി ഒരു ബൈക്ക് കമ്പനി അല്ല, കവസാക്കി ഒരു ഷിപ്പ് ബിൽഡറാണ്. മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ്, മിത്സുബിഷി എന്ന് നമ്മൾ പറയും. മിത്സുബിഷി ഒരു ടെക്നോളജി കമ്പനിയല്ല, മിത്സുബിഷി ഈസ് എ ഷിപ്പ് ബിൽഡർ. തൊഷീബ നമ്മുടെ ഇലക്ട്രോണിക്സ് ജയന്റ് ആണ്. തൊഷീബ ഒരു ഷിപ്പ് ബിൽഡറിന്റെ സബ് കമ്പനിയാണ്. ഹിറ്റാച്ചി ഷിപ്പ് ബിൽഡർ, ഇവരെല്ലാം ഷിപ്പ് ബിൽഡിംഗ് എന്നാണ് ആ രാജ്യത്തിനെ പടുത്തുയർത്തിയത്, തിരിച്ചു പിടിച്ചത്. ഇത് അവിടെ തീർന്നില്ല. ഇതിനെ 1980-കളിൽ സൗത്ത് കൊറിയ, ഇത്രയും പോകുന്ന രാജ്യമാണ്, ചെറിയ രാജ്യം. സൗത്ത് കൊറിയയിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന പേരുകൾ സാംസങ് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ജയന്റ് ആണ്. സാംസങ് തുടങ്ങിയത് ഷിപ്പ് ബിൽഡിങ്ങിലാണ്. ഹ്യുണ്ടായി, നമ്മുടെ ഹ്യുണ്ടായി കാറുകൾ, ഹ്യുണ്ടായി തുടങ്ങിയത് ഷിപ്പ് ബിൽഡിങ്ങിലാണ്. ദൈവു ഷിപ്പ് ബിൽഡർ, ഇവരെല്ലാവരും ഷിപ്പ് ബിൽഡിംഗ് എന്ന് തുടങ്ങി സമ്പാദിച്ച് അവിടുന്നാണ് അടുത്ത ഇൻഡസ്ട്രീസിലേക്ക് മൂവ് ചെയ്തത്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ശിവപ്രസാദ് അത് അവിടെ ഒന്ന് ടച്ച് ചെയ്തു. 1970-കളിൽ കൊറിയയിലെ ഷിപ്പ് ബിൽഡിംഗ് ഒന്നുമല്ലായിരുന്നു. 72-ലാണ് കൊച്ചിൻ കപ്പൽശാലയുടെ ഫൗണ്ടേഷൻ, കൊച്ചിൻ കപ്പൽശാല തുടങ്ങുന്നത് 1972-ലാണ് ഈ ഹ്യുണ്ടായി ഷിപ്പ് യാർഡ് തുടങ്ങുന്നത് കൊറിയയിൽ. ഇന്ന് കൊറിയ എവിടെ എത്തി നിൽക്കുന്നു, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഞാൻ പ്രസന്റേഷനിൽ പറയും. ചൈന 1970-കളിൽ ഭാരതത്തിലെ ഷിപ്പ് ബിൽഡിങ്ങിനൊക്കെ താഴെയായിരുന്നു ചൈന. പക്ഷെ ഇന്ന് ചൈന എത്തി നിൽക്കുന്ന ലോകത്തിലെ നമ്പർ 1 സ്ഥാനത്താണ്. അപ്പൊ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും മനസ്സിലുണ്ടെങ്കിൽ ഈ പ്രസന്റേഷൻ കുറച്ചും കൂടി നമുക്കത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ ഞാൻ ഈ ഒരു പിക്ചർ എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ എന്ത് സംസാരിക്കുമ്പോഴും ഞാൻ ആദ്യം ഒരു കവിയേറ്റ് പറയട്ടെ. കൊച്ചിൻ കപ്പൽശാലയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ജനുവരി അവസാനം ഞാൻ പടിയിറങ്ങിയതാണ്. പക്ഷേ വിത്ത് ഹാർട്ട് ആൻഡ് സോൾ ഐ ഹാവ് കൊച്ചിൻ ഷിപ്പ്യാർഡ് വിത്ത് മീ. അതുകൊണ്ട് തന്നെ കാണിച്ചിരിക്കുന്നതും കൊച്ചിൻ കപ്പൽശാല തന്നെയാണ്. പക്ഷെ കൊച്ചിൻ കപ്പൽശാല ഭാരതത്തിന്റെ കളേഴ്സിലാണ് നിൽക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ ക്വിൻറ്റസെൻഷ്യൽ ഇന്ത്യൻ ഓർഗനൈസേഷൻ. അപ്പൊ ഞാൻ സംസാരിക്കുന്നത് കൊച്ചി കപ്പൽശാലയെ പറ്റി മാത്രമല്ല, പക്ഷെ കൊച്ചിൻ കപ്പൽശാല വരുത്തിയിരിക്കുന്ന ബിലീഫ്, ഹൗ ദാറ്റ് ബിലീഫ് ഇസ് ട്രാൻസ്ഫോമിംഗ് ദ കൺട്രി.
എന്നുള്ള പോയിന്റിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ ആദ്യം വൈ ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇത് ആവശ്യമാണ്. ആദ്യം കാണുന്ന 3 ബാറുകൾ, ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. 3 രാജ്യങ്ങൾ, ചൈന ആണ് ഏറ്റവും വലുത്, രണ്ടാമത്തെ കൊറിയ, മൂന്നാമത്തെ ജപ്പാൻ. 3 രാജ്യങ്ങളാണ് ലോകത്തിലെ 93% കപ്പലുകൾ ഇന്ന് പണിയുന്നത്. ഭാരതത്തിന്റെ സ്ഥാനം അവിടെ നോക്കിയാൽ കാണില്ല, കാരണം ഒരു ലെൻസ് വെച്ച് നോക്കണം. നമ്മൾ 16 17ാമത്തെയാണ്. 0.04%. 77 years after independence, ലോകത്തിലെ വലിയ രാജ്യമാവാൻ മുന്നോട്ട് പോകുന്ന നമ്മുടെ സ്ഥാനം നിൽക്കുന്നത് അവിടെയാണ്. ഇത് എൻ്റെ ഒരു തീസിസാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ ഷിപ്പ് ബിൽഡിങ്ങിൽ മുന്നോട്ട് പോകണം എന്ന് ഞാൻ പറയുന്നു. നമ്മൾ ഇന്ന് ഉദ്ദേശം $4.3 trillion ഉള്ളൊരു ഇക്കോണമിയാണ്. ലോക സമ്പദ് വ്യവസ്ഥയിൽ നമ്മളെ 5ാമത്തെ രാജ്യമാണ്. ഇന്ന് ലോകത്തെ ഇക്കോസിസ്റ്റം, ലോകത്തിലെ ടോട്ടൽ ഇക്കോണമി എന്ന് പറയുന്നത്, ഈ ഫിഗേഴ്സ് ഓർക്കണം എന്നില്ല, ഏതാണ്ട് ഒരു 112-115 ഇടയിൽ $1 trillion ഇക്കോണമിയാണ്. നമ്മൾ $4.3 trillion ഇക്കോണമി. അതായത് നമ്മൾ ഏതാണ്ട് 4% താഴെ, 3.5% അടുത്ത് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയാണ് ഭാരതം ഇന്ന് നിൽക്കുന്നത്. മറക്കാതിരിക്കാൻ പറഞ്ഞതാണ്, പണ്ട് ഒരു കാലഘട്ടത്തിൽ, ഒരു വളരെ പ്രാചീനമായ ഒരു കാലഘട്ടത്തിൽ 30% നിന്നിരുന്ന ഒരു രാജ്യമാണ് എന്നുള്ളത് മറക്കാതിരിക്കും. ഈ ഒരു പ്രയാണത്തില് ഇന്ത്യ 2047, ഭാരതം 100 വർഷം കഴിയുമ്പോൾ, നമ്മുടെ അമൃത് കാലം എന്ന് വിശേഷിപ്പിക്കുന്ന കാലത്തിലേക്ക് എത്തുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള തീസീസുകളുണ്ട്. IMFന്റെ ഓൾമോസ്റ്റ് ഓൾ ഇക്കണോമിക്സ് ഉള്ള തീസീസ്, ഭാരതം $30 trillion ഇക്കോണമിയായി മാറും. അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ $30 trillion നമ്മൾ എത്തും. അന്ന് ലോക സമ്പദ് വ്യവസ്ഥ ഉദ്ദേശം ഒരു $250 trillion ആയിരിക്കും, $220 to $250 trillion ആയിരിക്കും എന്ന് വിചാരിച്ചാൽ ഭാരതം ഏതാണ്ട് 12-13% ഓഫ് ദ വേൾഡ് ആയിരിക്കും. വിച്ച് ഈസ് നാച്ചുറൽ. വി ആർ 1/6 ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ. 2070 വരെ നമ്മുടെ ഡെമോഗ്രാഫിക്സ് സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ യങ്സ്റ്റേഴ്സ് 50% ആളുകൾ, ഏതാണ്ട് 30 വയസ്സിലും താഴെയുള്ള ഭാരതം 2070 വരെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളതാണ്. ഈ കോമ്പിനേഷൻ എല്ലാം കൂടെ ചെയ്തു വരുമ്പോൾ 2047 we must be the third, if not the second largest economy in the world. എന്നാലും തേർഡ് ആയിരിക്കും എന്ന് വിചാരിക്കാം. ചൈനയും അമേരിക്കയും മാത്രമായിരിക്കും നമ്മളെക്കാൾ മുന്നിലുള്ളത്. ഇത് എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്. IMF വിശ്വസിക്കുന്നു. ദ ബെസ്റ്റ് ഇക്കോണമീസ് ഇൻ ദ വേൾഡ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ GDP പ്രൊജക്ഷൻസ് ഉണ്ട് 25 to 30. ചില പ്രൊജക്ഷൻസ്, ഹൈ ഗ്രോത്ത് പ്രൊജക്ഷൻസിൽ $55 trillion വരെ. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. എന്നാലും ഉദ്ദേശം ഒരു $25-30 trillion ഇക്കോണമിയിലേക്ക് ഭാരതം മാറുന്നത്. അങ്ങനെ മാറുമ്പോൾ 12% ഓഫ് ദ ഗ്ലോബൽ ഇക്കോണമി നിൽക്കുന്ന ഒരു ഭാരതത്തില് ഷിപ്പ് ബിൽഡിങ്ങില് നമ്മുടെ കയ്യിലാണ് എഞ്ചിനീയേഴ്സ് ഉള്ളത്, നമ്മുടെ കയ്യിലാണ് ടെക്നീഷ്യൻസ് ഉള്ളത്, മനുഷ്യ വിഭവം ഉള്ളത് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്. വി ആർ ദ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റീൽ മേക്കർ ഇൻ ദ വേൾഡ്. MSMEs, നമ്മുടെ മിഡ് സൈസ് കമ്പനീസിൽ ഇന്ത്യ ഈസ് എ വെരി സ്ട്രോങ് പൊസിഷൻ. ഇതെല്ലാം വെച്ചിട്ട് ഇഫ് വി പ്ലേ അവർ ഗെയിം വെരി വെൽ, നമ്മൾ വൈ കാൺട്ട് വി ബി ഇൻ ദ ടോപ്പ് ഗ്രൂപ്പ് ഇൻ ദ വേൾഡ്? അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഷിപ്പിംഗ് ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. നമ്മുടെ കപ്പലുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന, ഇപ്പൊ നമ്മൾ കാണുന്ന എവിടെയോ യുദ്ധം നടന്നു. ഞാൻ അങ്ങനെ പറയുന്നത്, എവിടെയോ യുദ്ധം നടന്നു, ഇമ്പാക്ട് വന്നു നമ്മുടെ അടുക്കളയിൽ. കുറച്ച് നാൾ മുമ്പ് റെഡ് സീയില് ഹൂതീസ് സ്റ്റാർട്ടഡ് ഫയറിംഗ് അറ്റ് ദ ഷിപ്സ്. കപ്പലുകൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി ആഫ്രിക്ക ചുറ്റി വരേണ്ടി വന്നു. നമ്മുടെ ഒരു കണ്ടെയ്നർ ഇവിടേക്ക് എത്തിക്കാനുള്ള ഫ്രൈറ്റ് റേറ്റ് 10 ഇരട്ടിയായി മാറി. കണ്ടെയ്നറുകൾ കിട്ടാനില്ല, കപ്പലുകൾ കിട്ടാനില്ല. ഇന്ന് റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ നമ്മുടെ ഗ്യാസ് ഉണ്ട്, നമുക്ക് ക്രൂഡ് ഉണ്ട്,
നമുക്ക് എടുക്കാൻ കപ്പലുകളില്ല. കാരണം നമ്മൾ വിചാരിച്ചു മാർക്കറ്റിൽ കപ്പലുകളുണ്ട്, പക്ഷെ നമ്മുടെ പൈപ്പ് ലൈനും നമ്മുടെ ടാപ്പുകളും നമ്മുടെ കഴുത്തിനാണ് ബാക്കി രാജ്യങ്ങൾ പിടിച്ചിരിക്കുന്നത്. എല്ലാ പോയിന്റ്സ് ഓഫ് ദ ഷിപ്പിംഗ് ചെയിൻ കൺട്രോൾ ചെയ്യുന്നത് വേറെ ആൾക്കാരാണ്. കഴിഞ്ഞ വർഷം ഉദ്ദേശം $100 ബില്യൺ, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം 9,000 കോടി രൂപ. $100 ബില്യൺ ആണ് ഭാരതം ഷിപ്പിംഗിന് വേണ്ടി ചെലവാക്കിയത്. ഷിപ്പിംഗിന്റെ വാടക, നമ്മളിപ്പോ ഒരു കാർ ഹയർ ചെയ്യുകയാണെങ്കിൽ ഫീസ് ഫോർ ദ ഷിപ്സ്, അതിന്റെ 85% നമ്മൾ കൊടുത്തത് വിദേശ ഷിപ്പിംഗ് കമ്പനികളിലേക്ക്. നമ്മളെല്ലാവരും വിചാരിച്ചു ഇതിങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, നമുക്ക് ആവശ്യത്തിന് അങ്ങ് വാടകയ്ക്കൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോവാം. പക്ഷെ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു വി വിൽ നോട്ട് ഗ്രോ. ഇനി നമ്മൾ ഗ്രോ ചെയ്താൽ തന്നെ നമ്മുടെ കഴുത്തിന് ക്ലിപ്പ് ഇടാനായിട്ടുള്ള ക്ലിപ്പുകൾ ബാക്കിയുള്ളവരുടെ കയ്യിലിരിക്കുകയാണ്. അപ്പോ തേർഡ് ലാർജസ്റ്റ് ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും സോഷ്യൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും നമ്മൾ എത്തിയാലും നമ്മൾ ഒരാൾക്ക് കയറി ക്ലിപ്പ് ഇടാൻ പറ്റും. അത് ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ് വലിയൊരു വീടൊക്കെ പണിത്, വലിയൊരു പണക്കാരൻ വലിയൊരു വീടൊക്കെ പണിത് മതിലും ഇല്ല, ഗേറ്റും ഇല്ല, ഒന്നുമില്ല, അതുപോലത്തെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും. സോ വിത്തൗട്ട് ഷിപ്പിംഗ്, വിത്തൗട്ട് ഷിപ്സ് ദർ ഇസ് നോ വികസിത് ഭാരത്. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് വികസിത് ഭാരത് 2047 എന്ന് പറഞ്ഞാൽ വികസിത് ഷിപ്പിംഗ് ഉണ്ടാവണം, വികസിത് ഷിപ്പ് ബിൽഡിംഗ് ഉണ്ടാവണം. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ അടുത്ത ജനറേഷൻ ഈ വിശ്വാസമില്ലായ്മ ഈ നാട്ടിൽ വന്നിരിക്കുന്നത്, ആ വിശ്വാസമില്ലായ്മ വീണ്ടും, കാരണം ഇന്ന് ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികളിൽ നിപുൺ എന്ന് പറഞ്ഞ പദ്ധതിയിൽ എന്താണ് നോക്കുന്നത്? ഇന്ന് KGയിൽ ജോയിൻ ചെയ്യുന്ന, ഇന്ന് പ്രീ സ്കൂളിൽ വരുന്നൊരു കുട്ടി, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി, നമ്മുടെ മക്കള്, അവരാണ് 24 വയസ്സാണ് 2047, അവരാണ് ഭാരതം. ആ ഭാരതത്തിന് there will not be a വികസിത് ഭാരത് if we do not focus on shipping. കാരണം somebody will clip us. ഒരു സംശയവും വേണ്ട, കാരണം നമ്മൾ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല, അത് ക്ലിപ്പ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചത് ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഡിഫൻസ് ഷിപ്സ്, നാവിക കപ്പലുകളാണ് സ്ട്രാറ്റജിക് എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇപ്പൊ തിരിച്ചറിവ്, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ that realization has come home. അതുകൊണ്ട് തന്നെ ഇന്ന് ഹോൾ ഓഫ് ദ ഗവൺമെന്റ് അപ്രോച്ച്, പണ്ട് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ഒരു കാര്യങ്ങളായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി, കൊമേഴ്സ് മിനിസ്ട്രി, സ്റ്റീൽ മിനിസ്ട്രി, പെട്രോളിയം, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, ഷിപ്പിംഗ്, എല്ലാവരും കൂടെ, ഫെർട്ടിലൈസർ, യൂറിയ ഇല്ല നാട്ടിലേക്ക്. ഇറാനിൽ യുദ്ധം വന്നപ്പോൾ നാട്ടിലേക്ക് യൂറിയ ഇല്ല. നമ്മുടെ പാവപ്പെട്ട കർഷകന് വളയില്ല. So the entire grouping has come together and അതുകൊണ്ട് തന്നെ we are moving forward. അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. അപ്പോ എൻ്റെ ആർഗ്യുമെന്റ് ഈസ്, ഒരു സംശയവുമില്ല, ഭാരതം if we have to be in the top 3 by 2047, ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എങ്ങനെ അവിടേക്ക് എത്തും അത് വേറെ കാര്യം, പക്ഷെ ഇതില്ലാതെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഈ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയുടെ സിഗ്നിഫിക്കൻസ്, ഇതൊരു ഭയങ്കര ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻഡസ്ട്രിയാണ്. ഒരുപാട് പണം ഇറക്കണം, ഒരുപാട് ഫെസിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ പണിയണം. ഇതിനകത്ത് ഡിമാൻഡ് ബേസ്ഡ് പ്രൊഡക്ഷൻ. ആരും കപ്പലുകൾ പണിത് കൂട്ടി വെച്ച് ഷോറൂമിൽ വെക്കില്ല. ഒരു റിക്വയർമെന്റ് മാത്രമാണ് ഡിമാൻഡ് ബേസ്ഡ് ആയിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ലോങ് ജസ്റ്റേഷനാണ്. ഇന്ന് ഒരു കാര്യം, ഇന്നിപ്പോ കൊച്ചിൻ കപ്പൽശാല ഒരു പുതിയൊരു പ്രസ്ഥാനം തുടങ്ങണം എന്ന് വിചാരിച്ചാൽ, ഇന്ന് വിചാരിച്ചാൽ മിനിമം 5 വർഷം കഴിഞ്ഞിട്ടേ വല്ലതും നടക്കാനുള്ളൂ ഇന്ന് ചെയ്യുന്ന എഫേർട്ട്. അപ്പോൾ എന്നെ പോലെയുള്ള കൊച്ചിൻ കപ്പൽശാലയിൽ നിന്നപ്പോൾ ഞാൻ എപ്പോഴും, അതാണ് എന്നെ പോലെ ലോങ് ഡിസ്റ്റൻസ് റണ്ണേഴ്സ്, ഞാൻ 38 വർഷക്കാലാണ് സ്ഥാപനത്തിന്റെ കൂടെ നിന്നത്. കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ഇപ്പൊ വരും, അതിന്റെ ഗുണം വരാൻ പോകുന്നത് 7-10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ നമ്മുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കും. ആ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് ഇന്നത്തെ all the problems are yours, the prosperity will be for a later generation. ആ രീതിയിൽ വേണം നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ.
ഷിപ്പ് ബിൽഡിംഗ് ഒരു മദർ ഇൻഡസ്ട്രിയാണ്. ഷിപ്പ് ബിൽഡിംഗ്, ഹെവി എഞ്ചിനീയറിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ്, കവസാക്കി ഹെവി ഇൻഡസ്ട്രീസ്, സാംസങ് ഹെവി ഇൻഡസ്ട്രീസ്, എല്ലാം ഹെവി ഇൻഡസ്ട്രീസ് ആണ്. ഇന്ന് ഷിപ്പ് ബിൽഡിംഗ് ഈ കാണുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം, കൊച്ചിൻ കപ്പൽശാല അടുത്തയിടെ പണിത ഡ്രൈ ഡോക്കിന്റെ പുതിയ ക്രെയിനാണ്. 600 ടൺ പൊക്കാവുന്ന ഒരു ക്രെയിനാണ്. 200 കോടി രൂപയാണ് ആ ക്രെയിനിന്റെ വില. ഈ ക്രെയിൻ 77 വർഷം കഴിഞ്ഞ ഭാരതത്തിന് ഇമ്പോർട്ട് ചെയ്യേണ്ടി പോകും. നമുക്കിത് പണിയാൻ പറ്റുന്നില്ല. നമ്മൾ കൊറിയയിൽ നിന്ന് ഹ്യുണ്ടായി ഇമ്പോർട്ട് ചെയ്യേണ്ടി പോകും. കാരണം എന്താ വെച്ചാൽ വി ഡു നോട്ട് ഹാവ് എ ഹെവി എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി. ആകപ്പാട് ഒരു ലാർസൻ ആൻഡ് ടൂബ്രോ, ഒരു ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, 2 സ്ഥാപനങ്ങൾ മാത്രമേ എല്ലാ ഭാവനയിൽ വരുന്നുള്ളൂ. പക്ഷേ ഒരു 35 വർഷക്കാലം മുമ്പ് ഇന്ത്യ ടുക്ക് എ ബോൾഡ് സ്റ്റെപ്പ് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. നമുക്ക് അറിയാവുന്നതാണ്, ഒരു പ്രീമിയറും ഒരു അംബാസഡറും മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ മാരുതിയെ കൊണ്ടുവന്നത്. അവിടുന്ന് 35 years down the line, India is the second largest automaker in the world. അത് മാത്രമല്ല, അതുകൊണ്ട് വന്നത് ആ കംപ്ലീറ്റ് ലൈറ്റ് ഇൻഡസ്ട്രി, ഇന്ത്യ ഈസ് among the strongest in the world. അപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ലൈറ്റ് ഇൻഡസ്ട്രിയുടെ മദർ ഇൻഡസ്ട്രിയാണ്. ഹെവി ഇൻഡസ്ട്രിയുടെ മദർ ഇൻഡസ്ട്രിയാണ് ഷിപ്പ് ബിൽഡിംഗ്. നമ്മൾ ഷിപ്പ് ബിൽഡിംഗ് വിസ്മരിച്ചു. നമ്മൾ കംപ്ലീറ്റ് ഹെവി എഞ്ചിനീയറിംഗ് നമുക്ക് നഷ്ടമായി. ഇന്ന് നമ്മൾ അതായത് ഇത് ഷിപ്പ് ബിൽഡിങ്ങിനെ പറ്റി മാത്രമല്ല, ഇതോടുകൂടി നമുക്ക് വി ലോസ്റ്റ് ഔട്ട് ഓൺ മാനുഫാക്ചറിങ്. അതാണ് ഞാൻ പറഞ്ഞത്. 1970 ഭാരതം ആ നേരത്തെ കണ്ട ചൈന ഇന്ന് 52% ലോകത്തിലെ കപ്പലുകൾ പണിയുന്ന ചൈനയേക്കാൾ മുമ്പിലായിരുന്നു 1970s. അവിടുന്ന് നമ്മളത് വിട്ടുപിടിച്ച് നമ്മൾ എത്തി നിൽക്കുന്നതാണ് ഇന്നത്തെ സ്ഥിതിവിശേഷം. ഇത് ഒരുപാട് പേർക്ക് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്ന ഹയസ്റ്റ് എംപ്ലോയ്മെന്റ് ജനറേഷൻ. കൊച്ചിൻ കപ്പൽശാലയിൽ നിന്ന് ഉദ്ദേശം 8,000-9,000 ആളുകളാണ് കപ്പൽശാലയുടെ ഉള്ളിൽ ജോലി ചെയ്യുന്നത്. പല രീതിയിൽ പല ടൈപ്പിലുള്ള ആൾക്കാർ, പെർമനന്റ് എംപ്ലോയീസ്, ഓൺ കോൺട്രാക്ട് എംപ്ലോയീസ്, ട്രെയിനീസ്, കോൺട്രാക്ടേഴ്സും കരാർ തൊഴിലാളികളും എല്ലാം കൂടെ ഉദ്ദേശം 2 ഷിഫ്റ്റിലായിട്ട് ഉദ്ദേശം 9,000 ആൾക്കാർ. അതിന്റെ കാസ്കേഡിംഗ് എഫക്ട് ഇവിടെ ജൂ സ്ട്രീറ്റിലുള്ള കടകളില്, ജൂ ടൗണിലുള്ള കടകള്, ഇവിടെ കേരളത്തില് അടുത്ത 3 കോഴിക്കോട് തൊട്ട് ഏതാണ്ട് ആലപ്പുഴ, കൊല്ലം വരെയുള്ള ജില്ലകളിൽ കാണുന്ന ഒട്ടുമിക്ക വർക്ക്ഷോപ്പുകളും കൊച്ചിൻ കപ്പൽശാലയ്ക്ക് വേണ്ടി പണിയുന്നുണ്ടാവും. അങ്ങനെ കാസ്കേഡിംഗ് എഫക്ട് ഓഫ് എംപ്ലോയ്മെന്റ്, അതുപോലെ കാസ്കേഡിംഗ് എഫക്ട് ഓൺ ദ എക്കോണമി വളരെ ഹൈ ആണ്. ഇതുപോലെ ഹൈ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ജനറേഷൻ പൊട്ടൻഷ്യലുള്ള ഇൻഡസ്ട്രീസ് വളരെ കുറവാണ്. അതുമാത്രമല്ല, ആ ഉണ്ടാക്കുന്ന ജോലികൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജോലികൾ, അൺസ്കിൽഡ് ലേബർ തൊട്ട് വെൽഡർ, ഫിറ്റർ, പൈപ്പ് ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, എല്ലാം IT മേഖലയിലെ ഒരു ഹയർ ലെവൽ ജോലികൾ മാത്രമല്ല, ഏറ്റവും സ്ട്രാറ്റജിയിലെ സമൂഹത്തിലെ ലോവസ്റ്റ് സ്ട്രാറ്റജി എന്നെ പോലെയുള്ളവർക്ക് കൊച്ചിൻ കപ്പൽശാല ഒരുപാട് മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷം തരുന്നത് ഒരുപാട് മനുഷ്യര് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, അക്ഷരാർത്ഥത്തിൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു സ്ഥാപനമാണ് കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട്. ഞാൻ ഡീറ്റെയിലേക്ക് കയറുന്നില്ല. നമ്മൾ പറയുന്ന 7,500 കിലോമീറ്റർ കടലുണ്ട്, നമുക്ക് 20,000 കിലോമീറ്റർ നദികളുണ്ട്, നമുക്ക് 2070 വരെ നമുക്ക് മാനവ ശേഷി ഒരു പ്രോബ്ലം ഇല്ലാതെ ഉണ്ടാവും. ദ ബെസ്റ്റ് എഞ്ചിനീയേഴ്സ്, ദ ബെസ്റ്റ് ടെക്നീഷ്യൻസ്. പക്ഷെ ഇതെല്ലാം പറഞ്ഞാലും കിടക്കുന്നത് 0.04%. ഇതിന്റെ ഒരു നേച്ചർ ഓഫ് ദ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി ഞാൻ ആദ്യം പറഞ്ഞു. ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ലോ റിട്ടേൺസ്, ലോ പ്രോഫിറ്റബിലിറ്റി ആണ്. മൂന്നാമത്തെ കാര്യത്തിൽ ഞാൻ കയറുന്നില്ല. ഇവിടെ ഫിനാൻഷ്യൽ ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ലോ പ്രോഫിറ്റ് മാർജിൻസ് ആണ്, പക്ഷെ ഹൈ വോളിയൂംസ് ആണ്. ഹ്യുണ്ടായി എന്ന് പറയുന്ന സ്ഥാപനം ചെയ്യുന്നത് $16 ബില്യൺ ആണ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 50,000 കോടി രൂപ, 16 × 9,000 കോടി രൂപ, 10% ലാഭമുള്ളൂ. പക്ഷെ ഉണ്ടാക്കുന്ന ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏത് കമ്പനി ഉണ്ടാക്കുന്നതിനൊക്കെ വലിയ ലാഭം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രോഫിറ്റബിലിറ്റി, ഹൈ വോളിയം, ലോ മാർജിൻ ഇൻഡസ്ട്രിയാണ്. ഇതൊരു സൈക്ലിക്കൽ നേച്ചർ ഇൻഡസ്ട്രിയാണ്. ലോകത്തില് ഇറ്റ്സ് എ ഗ്ലോബൽ സൈക്കിൾസ്. നമ്മളെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റിയൽ എസ്റ്റേറ്റ്, നമ്മുടെ ഫ്ലാറ്റുകൾ വിൽക്കുന്ന പോലെയാണ്. ചില കാലഘട്ടത്തിൽ ഫ്ലാറ്റിന്റെ വില അങ്ങ് കൂടി പോകും, ഫ്ലാറ്റ് കിട്ടാതെയാവും. കുറച്ച് കഴിഞ്ഞ് അതെല്ലാം കൂടി ഇടിഞ്ഞു പൊടിഞ്ഞ് എത്ര ഫ്ലാറ്റ് വേണമെങ്കിലും കിട്ടുന്ന ലെവലിലേക്ക് വരും. സോ ഇറ്റ്സ് എ സൈക്ലിക്കൽ ഇൻഡസ്ട്രി. സപ്ലൈ ചെയിൻ,
കപ്പൽ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഒരു 50,000 ഐറ്റംസ് ചേർക്കുന്ന ഒരു മേഖലയാണ്. ഈ ഐറ്റംസ് ചെറിയ നട്ട് ബോൾട്ട് തൊട്ട് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രോണിക്സ് ഐറ്റം തൊട്ട്, അപ്പൊ ഈ എല്ലാം ഇത് കപ്പൽശാലയല്ല പണിയുന്നത്, ഒരു കപ്പൽശാലയും പണിയുന്നില്ല. അപ്പൊ ഇതെല്ലാം വരുന്ന കമ്പനികളും ചെറിയ കമ്പനികളുണ്ട്, വലിയ കമ്പനികൾ വരെ അതിൻ്റെ ഒരു സപ്ലൈ ചെയിൻ ബിൽഡപ്പാണ്. ടെക്നോളജി അഡാപ്ഷൻസ്, ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ ചേർന്ന് നിന്ന് അതിന് അജൈലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. രാജ്യത്തിനുള്ള ബെനിഫിറ്റ്സ് ഞാൻ ആദ്യം പറഞ്ഞു. എക്കണോമിക് മൾട്ടിപ്ലയർ, ഇന്ന് കൊച്ചിൻ കപ്പൽശാല 5,000 കോടി രൂപ ടേൺ ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉദ്ദേശം 15,000 കോടി രൂപയായിരിക്കും എക്കണോമിക് മൾട്ടിപ്ലയർ. ലേബർ മൾട്ടിപ്ലയർ, സ്കില്ലിംഗ് ആൻഡ് ടെക്നോളജി, ഒരുപാട് പേർക്ക് തൊഴിലവസരം. കൊച്ചിൻ കപ്പൽശാലയിലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പോയവരാണ് ഇന്ന് ഗൾഫില്, മിഡിൽ ഈസ്റ്റിലെ ഏത് സ്ഥാപനത്തിൽ പോയിക്കോളൂ, എല്ലാവരും കൊച്ചിൻ കപ്പൽശാലയിൽ. MSMEs and auxiliary industries, logistics and services. ഞാൻ പലപ്പോഴും പറയും, ഒരു ദിവസം കൊച്ചിൻ കപ്പൽശാല ഉദ്ദേശം ഒരു 125-130 വെഹിക്കിൾസ് ഹയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു വണ്ടിയിൽ ഒരു ഡ്രൈവർ, അതിന്റെ ബാക്ക് എൻഡിൽ അവർക്ക് ലീവ് കൊടുക്കുന്ന ഒരു ആള്, ആ ടാക്സി കമ്പനി, പല ടാക്സി കമ്പനികൾ, അതിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ എല്ലാം കൂടെ ഒരു 200 പേരുണ്ടാവും. അത് ഞാൻ തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിന്റെ ഡിവിഷണൽ ഓഫീസിൽ ഉദ്ദേശം 50-60 കോടി രൂപ പ്രീമിയം കൊടുക്കുന്ന സ്ഥാപനമാണ്. അപ്പൊ ഒരു ഫുൾ സൈക്കിൾ ഓഫ് റൊട്ടേഷൻ ആണ് ഒരു സ്ഥാപനം കൊണ്ട് ഉണ്ടാവുക. ഇനി ഞാൻ കൊച്ചി കപ്പൽശാല പറ്റി സംസാരിക്കുന്നു. ഒരു കുറച്ച് സമയമെടുക്കും, അത് കഴിഞ്ഞ് അതിന്റെ അവസാനം വീണ്ടും ആ നാഷണൽ പോർട്ടിലേക്ക് തിരിച്ചു വരാം. പക്ഷെ ഇത് ഇപ്പൊ കഴിഞ്ഞതാണ് ഒരു നേച്ചർ ഓഫ് ദ ഇൻഡസ്ട്രി. ആദ്യം ഈ പടങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല. ഇതായിരുന്നു കൊച്ചിൻ കപ്പൽശാല ഇരുന്നിരുന്ന സ്ഥലം. ഒരു പാം ഫ്രിഞ്ച്ഡ്, സാധാരണക്കാര് തിങ്കിങ്, ആ കാണുന്ന നടുക്ക് കാണുന്ന ഇത് കൊച്ചിൻ കപ്പൽശാല പണിയുന്ന സ്ഥലത്ത് ഇതുപോലെ പായവഞ്ചികളും പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് അതിന്റെ കൺസ്ട്രക്ഷന്റെ ടൈമിലെ പിക്ചേഴ്സ് ആണ്. ഇത് നമ്മുടെ അംബികാപുരം പള്ളി. ഇത് പറയാതെ കൊച്ചിൻ കപ്പൽശാലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അംബികാപുരം പള്ളിയും ഫാദർ അലക്സാണ്ടർ വടക്കുംതല, മോൺസിന്യൂർ അലക്സാണ്ടർ വടക്കുംതലയും ഇല്ലാന്നുണ്ടെങ്കിൽ കൊച്ചിൻ കപ്പൽശാലയില്ല. ഇന്നത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഒരുപാട് പേരുടെ കല്ലറകൾ ആണ് പൊളിച്ചു മാറ്റി കൊണ്ടുവന്നത്. കാരണം ഒരു ജനത ആഗ്രഹിച്ചത്, ഇന്ന് നമ്മൾ ഒരു ഇഞ്ച് സ്ഥലം വിട്ടുകൊടുക്കില്ല. അവിടെയാണ് കണ്ണീരോടുകൂടി കല്ലറകൾ പൊളിച്ചു മാറ്റി കൊച്ചിൻ കപ്പൽശാലയ്ക്ക് വേണ്ടി സ്ഥലം ഉണ്ടാക്കിയെടുത്തത്. 170 ഏക്കർ സ്ഥലം. 72 കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു. രൂപകൽപ്പന ചെയ്തത് ജപ്പാനിലെ മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ്. ശ്രീമതി ഇന്ദിരാഗാന്ധി ഫൗണ്ടേഷൻ സ്റ്റോർ വില്ലേജ് ചെയ്യുന്നു. ആദ്യത്തെ കരാറ് ഒപ്പിടുന്നു. 78 ഷിപ്പ് റിപ്പയർ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. സമരങ്ങളുടെ കാലഘട്ടം. കാരണം നമ്മുടെ സ്ഥായിയായ സ്വഭാവമായിട്ട് എല്ലാവരും പറയുന്ന ഇവിടെ ഒന്നും നടക്കില്ല. അപ്പൊ എന്നെ പോലെയുള്ളവർക്ക് ഏറ്റവും നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു, കഴിഞ്ഞ 10 വർഷക്കാലം പ്രശ്നങ്ങളില്ലാതെ, പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നില്ലല്ലോ, മനുഷ്യനായി കണ്ട് പ്രശ്നങ്ങളില്ലാതെ പലപ്പോഴും കൊണ്ടു നടക്കാൻ സാധിക്കും. പക്ഷെ സമരങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിരുന്നൊരു കാലഘട്ടത്തില് ഇവിടെ പലതും നടക്കും, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാവൂ എന്ന് എന്നെല്ലാം പഠിപ്പിച്ചത് കൊച്ചിൻ കപ്പൽശാലയിലെ തൊഴിലാളികളാണ്. കൊച്ചിൻ കപ്പൽശാലയിലെ ട്രേഡ് യൂണിയൻസ് വളരെ എലിവേറ്റഡ് ലെവലിലുള്ള ട്രേഡ് യൂണിയൻസ് ആയിരുന്നു എല്ലാ കാലഘട്ടവും. അപ്പൊ ഇങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആദ്യത്തെ കപ്പൽ ഈ നിൽക്കുന്നത് സാക്ഷാൽ മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരൻ, കൊച്ചിൻ കപ്പൽശാലയുടെ ആ കാലഘട്ടത്തിലെ ചെയർമാൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ
രാധ ആണ് ആദ്യത്തെ കപ്പൽ, റാണി പത്മിനി. റാണി പത്മിനി എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ ഷിപ്പ്യാർഡിലെ മുൻകാല തൊഴിലാളികളുണ്ട്, അവർക്ക് റാണി പത്മിനി എന്ന് പറഞ്ഞൊരു വികാരമായിരുന്നു കൊച്ചിൻ കപ്പൽശാല. പോസ്റ്റ് ലിബറലൈസേഷൻ, റിഫോം ആൻഡ് ഗ്ലോബലൈസേഷൻ, ഇത് 1970s തുടങ്ങിയിട്ടുള്ള കാലഘട്ടം. പക്ഷെ സംഭവിച്ചത് എന്താ, 90കളുടെ ആദ്യത്തെ അടച്ചുപൂട്ടലിന്റെ വക്കത്ത് കംപ്ലീറ്റ് നെറ്റ്വർക്ക് വൈപ്ഡ് ഔട്ട് ആയ ഒരു കമ്പനി. അതിന് പല പല റീസൺസ്. ആ റീസൺസിൽ സമരങ്ങളും തൊഴിൽ ആറ്റിറ്റ്യൂഡും ഒരു പ്രോബ്ലം തന്നെ ആയിരുന്നു. ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ബൈപ്പാസ് ചെയ്യുന്നതിൽ കാര്യമില്ല, അതൊരു പ്രോബ്ലം തന്നെ ആയിരുന്നു. പക്ഷെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ പലപ്പോഴും നമ്മളെല്ലാം ഒരു തൊഴിലാളിയുടെ മീതെ അല്ലെങ്കിൽ ഒരു വർക്കേഴ്സിന്റെ മീതെ അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയന്റെ മീതെ വെച്ച് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ പ്രവണത. കാരണം നമുക്ക് എല്ലാവർക്കും, പക്ഷെ ഏറ്റവും പ്രോബ്ലം മാനേജ്മെന്റ് ഫെയിലിയർ ആയി. പക്ഷെ നമ്മളാരും സമ്മതിക്കില്ല. കാരണം മാനേജ്മെന്റ് ഫെയിലിയർ എന്ന് നമ്മൾ പറയില്ല. നമ്മൾ കിട്ടിയ ചുവരില് ചാർത്തി വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് എല്ലാവർക്കും ഒരു സ്ഥാപനത്തിന്റെ ഡിഫിക്കൽറ്റി മുഴുവൻ വരുന്ന മാനേജ്മെന്റ് ഫെയിലിയർ. ആ മാനേജ്മെന്റ് ഫെയിലിയർ അന്നത്തെ കാലഘട്ടത്തിലെ പോളിസീസിൽ വന്നിരുന്ന ഡിഫിക്കൽട്ടീസ് കൊച്ചിൻ കപ്പൽശാലയിൽ ഒരുപാട് അക്യുമുലേറ്റഡ് ലോസസും കടത്തിന്റെ മീതെ നികുതി ബാധ്യതകളുമായിട്ട് ഏർലി 90s കൊച്ചിൻ കപ്പൽശാല വാസ് ഓൺ ദ വേർജ് ഓഫ് ക്ലോഷർ. അന്നൊരു ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിംഗ് BIFR എന്ന് പറയും, BIFRലേക്ക് റെഫർ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കൊച്ചിയിലെ എല്ലാവരും കൂടെ ചേർന്ന് സേവ് അവർ ഷിപ്പ്യാർഡ്, SOS എന്ന് പറഞ്ഞാൽ ഒരു കപ്പൽ പൊങ്ങുമ്പോഴോ ഒരു പ്ലെയിനിന്റെ ഫൈനൽ ലെവലിൽ വരുന്ന ഡിസ്ട്രസ് സിഗ്നലാണ് SOS. ആ പേരിട്ടിട്ട് SOS എന്ന് പറഞ്ഞു ഈ കൊച്ചിൻ കപ്പൽശാലയിലെ തൊഴിലാളികളുടെ കൂടെ കൊച്ചിയിലെ പൊതുജനം എല്ലാവരും കൂടെ ഒരുമിച്ച് അണിനിരന്ന് നടത്തിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ അതിലേക്കും കയറുന്നില്ല. പക്ഷേ അവിടുന്ന് മുന്നോട്ട് പോയി ഒരു ക്യാപിറ്റൽ റീസ്ട്രക്ചർ 94 ഒരു ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് കഴിഞ്ഞ് ആദ്യമായിട്ട് ചെറിയൊരു ലാഭം 94-95 കാലഘട്ടത്തിൽ. അവിടുന്ന് തൊട്ട് ഇന്ന് വരെ കൊച്ചിൻ കപ്പൽശാല ലാഭത്തിലാണ്. 94-95 തൊട്ടുള്ള കാലഘട്ടത്തിൽ ലാഭത്തിൽ ചെറിയ ലാഭം ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ അറിയാം, 1 കോടി 11 കോടി രൂപയാണ് ലാഭം ഉണ്ടായത്. പക്ഷെ ഈ ടൈമില് ഇത് 2002 ഇങ്ങനെ അറ്റത്ത് ഇരിക്കുന്നത് തിരിച്ചറിയാമെന്നുണ്ടെങ്കിൽ ഞാനാണ് അത് ഇരിക്കുന്നത്, ഈ അറ്റത്തിരിക്കുന്ന ഫോട്ടോയിലുള്ളത്. പക്ഷെ ഞാൻ ജപ്പാനിലെ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനം, ആ കാണുന്ന പടത്തിലുള്ള മറ്റേ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ശ്രീകുമാർ എന്ന് പറഞ്ഞ് കൊച്ചിൻ കപ്പൽശാലയിലെ ഡയറക്ടർ സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യത്തെ മലയാളി. IIT ഖരഗ്പൂരിൽ നിന്ന് BTech നേവൽ ആർക്കിടെക്ചർ കഴിഞ്ഞു വന്ന് ആറ്റ്കോ എന്ന് പറഞ്ഞ് സൗദി അറേബ്യയിലെ ടോപ്പ് കമ്പനി എന്നുള്ള ഓർഡറാണ് ഈ ഒപ്പിടുന്നത്. അന്നൊന്നും വിശ്വാസമില്ല, ഈ ടഗ്ഗൊക്കെ നമ്മൾ ഇവിടുന്ന് സൗദി അറേബ്യയിൽ ഡെലിവറി ചെയ്യാമെന്നൊന്നും വിശ്വാസമില്ല. പക്ഷെ ആ സീരീസ് ഓഫ് ടഗ്സ്, ഹൈ ക്വാളിറ്റി ടഗ്സ് വാസ് ഡെലിവേർഡ് ഇൻ സൗദി അറേബ്യ. അവിടെ മലയാളികൾ സഹായിച്ചു. സൗദി അറേബ്യയിൽ ആ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ പാലക്കാടുകാരൻ ആയിരുന്നു, അതിന്റെ ടെക്നിക്കൽ ആള് ചേർത്തലക്കാരൻ ഒരു ആളായിരുന്നു. അവരെല്ലാവരും സഹായിച്ചിട്ടാണ്, അവരെല്ലാവരും സപ്പോർട്ടോടുകൂടിയാണ് നമ്മളത് ചെയ്തത്. പക്ഷെ ദ ബിലീഫ് സ്റ്റാർട്ടഡ് ടു കം ഇൻ ഫർദർ എക്സ്പോർട്ട് ഓർഡേഴ്സ്. കാരണം അന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിൽ മാത്രം നോക്കി നിന്നാൽ തിങ്സ് വിൽ നോട്ട് മൂവ്. കാരണം നമുക്ക് വിശ്വാസമില്ല. നമ്മുടെ നാട്ടിൽ മാത്രം നോക്കി നിൽക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളെ പറ്റിയുള്ള ഒരു ചിന്തയാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ്, നിങ്ങൾ ശരിയാവില്ല. കാരണം നിങ്ങൾ പൊതുമേഖലയാണ്. യു ഹാവ് ടു ബി കറപ്റ്റ്, യു ഹാവ് ടു ബി ഇൻഎഫിഷ്യന്റ്. നിങ്ങളെ കൊണ്ട് ഇത് നടക്കില്ല എന്ന് സമൂഹം വിശ്വസിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബിലീഫിനെയാണ് നമ്മൾ മാറ്റാൻ നോക്കിയത്. കാരണം ആ പൊതുജനത്തിന്റെ സമൂഹത്തിന്റെ സപ്പോർട്ട് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്താണ് ഈ ഷിപ്സ്, അതിൽ ആ ക്ലിപ്പർ എന്ന് പറയുന്ന ഷിപ്സ് യൂറോപ്പിലേക്ക് വലിയ കപ്പലുകൾ
സമയത്തിന് മുന്നേ ഡെലിവറി ചെയ്ത് അവിടെ ഒരു മലയാളി ആന്റണി പ്രിൻസ് എന്ന് പറഞ്ഞ് കൊച്ചിയിൽ നിന്ന് ജനിച്ച് ഇന്ന് ബഹാമാസിൽ വർക്ക് ചെയ്യുന്ന 80 വയസ്സായിട്ടുള്ള ഒരു മറൈൻ എഞ്ചിനീയർ ഉണ്ട്. അദ്ദേഹത്തിന്റെ സഹായം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ദ ബിലീഫ് സ്റ്റാർട്ടഡ് കമ്മിങ്. വീണ്ടും ഏറ്റവും ഹാർഡ് കോർ യൂറോപ്പിലെ നോർവേ, ഡെൻമാർക്കിലേക്ക് കപ്പലുകൾ കൊടുത്താല് നമ്മളെ ഈ വേദിയിൽ പറയാം, നമുക്ക് ഒരു പ്രത്യേക സ്വഭാവമാണ്. നമുക്ക് ഇന്ത്യക്കാര് നമുക്ക് നമ്മളെ വില. അപ്പൊ ഞങ്ങള് അകത്തിരുന്ന് ഞങ്ങൾ ആലോചിച്ചു, വെള്ളക്കാരന് കപ്പൽ വിറ്റാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിൽ വില കിട്ടൂ. സോ സെൽ ടു ദ വൈറ്റ്സ് and then we went to the best countries, Norway, Denmark. Again, ഞാനാണ് നിൽക്കുന്നത് ഇങ്ങേറ്റത്ത്. The first contracts for Norway 35 കപ്പലാണ് ഞങ്ങൾ അങ്ങനത്തെ ഡെലിവറി ചെയ്തത്, ഹയസ്റ്റ് ക്വാളിറ്റി. അപ്പൊ അന്ന് ചോദിച്ചു, കൊച്ചിയിൽ നിന്ന് കപ്പൽ കൊടുത്ത് നോർവേയിലേക്ക് അയക്കുമോ നിങ്ങൾ? It's like selling automobiles into Detroit or selling coal to Newcastle. ഇത് നിങ്ങൾക്ക് ചെയ്യും? ഇതൊന്നും നടക്കില്ല. ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ എല്ലാം നടന്നു. ആ ഒരു വിശ്വാസം, that is very very strong turning point. ഇത് ചെയ്തതാര്? ഈ സാധാരണ കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെയാണ് ചെയ്തത്. പക്ഷെ ആ കൊച്ചിൻ ഷിപ്പ്യാർഡില് then the energy was different. തളർന്നു നിന്നിരുന്ന ഷോൾഡേഴ്സ് നിന്നിരുന്ന ആൾക്കാരുടെ ഷോൾഡറും മട്ടും ഭാവം എല്ലാം മാറി. കാരണം പത്രങ്ങളിൽ ന്യൂസ് പോകുന്ന തുടങ്ങി, മനോരമയുടെയും മാതൃഭൂമിയുടെയും ആൻഡ് ചെറിയ ടാക്ടിക്കൽ മൂവ്സും, ദേശാഭിമാനിയുടെ ബാക്ക് കവർ, ജന്മഭൂമിയുടെ ബാക്ക് കവറിൽ നമ്മുടെ പരസ്യങ്ങൾ വന്നു തുടങ്ങി. സഡൻലി വീട്ടിലിരിക്കുന്ന ആൾക്കാർ ചോദിച്ചു തുടങ്ങി, നിങ്ങൾ കൊള്ളാമല്ലോ, നിങ്ങൾ യൂറോപ്പിലേക്കൊക്കെ കപ്പലയക്കും. ആ എനർജി, അത് ഭയങ്കര ബെബിച്ചിങ് എനർജി, അത് അടുത്ത ലെവൽസിലേക്ക് മൂവ് ചെയ്തു. ഒരുപാട് വിദേശ കപ്പലുകൾ ഓർഡർ ചെയ്തു. ഇതൊരു ഡിഫൈനിങ് മൊമെന്റ് ആണ്. കൊച്ചിൻ കപ്പൽശാലയിലെ 3 ജാക്കപ്പ് റിഗുകൾ ഒരുമിച്ച് 400 കോടി രൂപയുടെ ഒരു കോൺട്രാക്ട് ആണ്. ഇത് ഷിപ്പ് റിപ്പയർ മേഖലയിൽ ഒരുമിച്ച്. അന്ന് മൊത്തം കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഒരു വർഷത്തെ ഷിപ്പ് റിപ്പയർ ടേൺ ഓവർ എന്ന് പറയുന്നത് 150 കോടി രൂപയാണ്. ഈ 3 കപ്പലും മാത്രം 400 കോടി രൂപയും. അപ്പൊ ഒരു 3 വർഷത്തെ ഒരുമിച്ച് ടേൺ ഓവർ ഒരുമിച്ച് വരികയാണ്. ഈ രീതി ഇത് വന്ന് റിപ്പയർ ചെയ്ത് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കൊച്ചിൻ കപ്പൽശാലയിൽ ഇതുപോലെ ഒരു ലെഗ് നിൽക്കുന്നത് കാണാം. 23 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും കൊച്ചിൻ കപ്പൽശാലയിൽ വന്നത്. അത് വന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇനോഗ്രേറ്റ് ചെയ്ത പുതിയ ഡ്രൈഡോക്കിന്റെ ഉള്ളിലാണ് ആ പുതിയ ജാക്കപ്പ് റിഗ് ഇപ്പൊ നിൽക്കുന്നത്. കമ്പനി മിനിരത്ന സ്റ്റാറ്റസ് വന്നു. ഏറ്റവും പ്രമാദമായ ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ, അന്ന് ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറയുള്ളൂ. പിന്നെ INS വിക്രാന്ത്, ഭാരതത്തിന്റെ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രൈഡായി മാറി INS വിക്രാന്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ആ കാണുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണിയുടെ പത്നി അതിന്റെ ലോഞ്ചിങ് ചെയ്യുന്ന ഫോട്ടോസ് ആണ്. 2013 ലോകത്തിലെ ഏറ്റവും വലിയ ജാക്കറ്റ് ലോഞ്ച് ബാർജ് അബുദാബിയിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. 20 ഫാസ്റ്റ് പാട്രോൾ വെസൽസ് എല്ലാം സമയത്തിന് മുന്നേ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ഡെലിവർ ചെയ്ത്, ടെക്നോളജിക്കലി വെരി ഹൈ ആൻഡ് ഫസ്റ്റ് ടൈം തന്നെ എല്ലാ പെർഫോമൻസും മീറ്റ് ചെയ്തുകൊണ്ട്. എന്നിട്ട് ഇതാണ് എനിക്ക് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഗ്രാഫ്. ദിസ് ഈസ് അബൌട്ട് ഫൈനാൻസ്. ആദ്യത്തെ 30 വർഷക്കാലം ഒരു ഒറ്റ കിടപ്പായിരുന്നു. There was nothing. പക്ഷെ അവിടുന്ന് മുന്നോട്ട് പോകാൻ ഒരു പറ്റം ആളുകൾ കൂടെ ഒരുമിച്ച് തീരുമാനിച്ചപ്പോൾ the shipyard just rose like that. കോവിഡ് കാലഘട്ടത്തിൽ ചെറിയൊരു തളർച്ച വന്നു. പക്ഷെ സ്റ്റിൽ the shipyard has done very well. 2017 ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്തിയപ്പോൾ ആൾക്കാർ ചോദിച്ചു, കൊച്ചിൻ കപ്പൽശാലയുടെ ഷെയറോ ആര് മേടിക്കും? ഒന്നും കാര്യം. അവിടെ വിശ്വാസത്തിന്റെ പ്രശ്നമായിരുന്നു. എനിക്ക് തന്നെ മുന്നോട്ട് ഇറങ്ങേണ്ടി വന്നു. കൂടെയുള്ള ആളുകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നു കഴിഞ്ഞപ്പോ അന്ന് കൊച്ചിൻ കപ്പൽശാലയിലെ തൊഴിലാളികൾ അതിനകത്ത് മാറി നിന്നു. കാരണം അത് ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് പ്രൈവറ്റൈസേഷൻ. ഒരു തെറ്റും പറയാൻ പറ്റില്ല, ട്രേഡ് യൂണിയൻസിനെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഒരു റൈറ്റ്ഫുൾ ട്രേഡ് യൂണിയൻ ആക്ട്. പക്ഷെ തിരിച്ചറിയേണ്ടത് അവർ സമരം ചെയ്തില്ല, അവർ പൊളിക്കാൻ നിന്നില്ല. ഒരു ദിവസം സിംബോളിക് സ്ട്രൈക്ക്. അപ്പോ ഇന്ന് ഞാൻ പറയേണ്ടത് കഴിഞ്ഞ 38 വർഷക്കാലമായിട്ട്
കൊച്ചിൻ കപ്പൽശാലയിലെ ഒരു ദിവസം പോലും സ്ഥിരം തൊഴിലാളികളെ സമരം ചെയ്തിട്ടില്ല. പലർക്കും അറിയില്ല. 38 years the permanent employees have not struck work even one day. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരു ദിവസം ഈ IPOയ്ക്ക് വേണ്ടി. അതൊരു സിംബോളിക് സ്ട്രൈക്ക്. പക്ഷെ ഇത് ആ സ്ഥാപനത്തിനോടുള്ള കൂറാണ്. സോ പീപ്പിൾ ക്യാൻ ബി വെരി ഡിഫറെന്റ്. എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയ പാർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ സ്ഥാപനത്തിന് ഹൗ യു കണക്ട്. ഇതോടെ ഞാൻ പറഞ്ഞ ആ സ്ഥാപനത്തിന്റെ ഒരു ഹാർട്ട് ഉണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു രാഷ്ട്രത്തിന് അത് ഒതുങ്ങുന്നത്. ആ 76 ടൈം അന്ന് ഓവർ സബ്സ്ക്രൈബ് ആയത്. അന്ന് പ്രധാനമന്ത്രി അത് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ അറ്റത്ത് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി കപ്പൽ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് ആക്ച്വലി ഒരു ഫോളോ ഓൺ OFS നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചിൻ കപ്പൽശാല. ഇറ്റ്സ് എ സ്റ്റോക്ക് ലിസ്റ്റഡ് കമ്പനി. 10 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് കൊച്ചിൻ കപ്പൽശാലയിൽ. അപ്പൊ ഇന്ന് കൊച്ചിൻ കപ്പൽശാലയിലെ 8,000-10,000 തൊഴിലാളികളുടെ മാത്രം ഒരു മുതൽക്കൂട്ടല്ല കൊച്ചിൻ കപ്പൽശാല. ഉദ്ദേശം 10 ലക്ഷം ആൾക്കാർ അതിന്റെ ഭാഗമായിട്ട്. ഞാൻ ചെയർമാനായിട്ട് ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ വന്നിരുന്ന ചേഞ്ചസ് ആണ്. ഇന്ന് കൊച്ചിൻ കപ്പൽശാല ഭാരതത്തിലൊട്ടാകെ 7 സ്ഥലങ്ങളിൽ ഇന്നുണ്ട്. കൊച്ചിയിൽ മാത്രമല്ല. ഇന്ന് നമ്മളൊരു ഷെഡ്യൂൾ A മിനിരത്ന കമ്പനിയാണ്. നമ്മൾ ഒരു യൂണിറ്റ് കൊച്ചിൻ കപ്പൽശാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ 7 യൂണിറ്റ് ഉണ്ട്. നമുക്ക് 2 സബ്സിഡറി കമ്പനികളുണ്ട്. ഉടുപ്പിയില്, മംഗലാപുരത്തിനടുത്ത് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. കൽക്കട്ടയില് ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനമുണ്ട്. 3 ഷിപ്പ് റിപ്പയർ യൂണിറ്റുകളുണ്ട്. വെല്ലിംഗ്ടൺ ഐലൻഡിൽ 1000 കോടി രൂപ ഇറക്കി 44 ഏക്കറിൽ പണിത് ISRF. അങ്ങനെ 7 യൂണിറ്റുകളായിട്ട് ഇന്ന് നിറഞ്ഞു നിൽക്കുന്നു കൊച്ചിൻ കപ്പൽശാല. കൊച്ചിയിലാണ് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് നടന്നിരിക്കുന്നത്. 2800 കോടി രൂപയുടെ നേഷൻ ബിൽഡിംഗ്. ഇതാണ് നേഷൻ ബിൽഡിംഗ്. കാരണം ഇത് കൊച്ചിൻ കപ്പൽശാല ഓൺ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ പണിയാൻ പറ്റുന്നത് ഭാരതത്തിന്റെ അടുത്ത ജനറേഷൻ എയർക്രാഫ്റ്റ്